ഹലോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 2 അല്ലെങ്കിൽ ഡേ 2 കുറിച്ചുള്ള റിവ്യൂ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. രാവിലെ തന്നെ ഭയങ്കര ചൊറിഞ്ഞ മഴയാണ്. സമയം ഇപ്പോൾ 6 ആയിട്ടുള്ളൂ. ഇതിനെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ടൈം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8:30-9 മണിയൊക്കെ ആവുമായിരിക്കും. അപ്പം ഇന്നലെ എപ്പിസോഡിൽ നടന്നിട്ടുള്ള സംഭവ ബഹുലമായ കാര്യങ്ങൾ വേറെ ഒന്നുമല്ല. ഒന്ന്, നമ്മുടെ രേണു സുധിയുടെ തലവേദനയും അലർച്ചയും. തലവേദനയുള്ള ഒരാൾ എങ്ങനെയാണ് അലറുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും അറിയില്ല. അതൊക്കെ എപ്പിസോഡിന്റെ അവസാനത്തിലോട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ അനുമോളുടെ തെറിവിളി, പിന്നെ നമ്മുടെ അനീഷിന്റെ വാക്കിംഗ് മാരത്തോൺ, ഈ വക കാര്യങ്ങളൊക്കെ ലാസ്റ്റിലോട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് എപ്പിസോഡ് വൈസ് തന്നെ ടി വിയിൽ എങ്ങനെ കാണിച്ചോ അതേപോലെ തന്നെ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ അവസാനത്തിലോട്ട് പറയാം. അപ്പോൾ ഇന്നലെ എപ്പിസോഡിന്റെ ആദ്യ ഭാഗത്ത് നടന്നിട്ടുള്ളത് അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. അവിടെ നടന്നിട്ടുള്ള ആ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് മെനയാന്ന് രാത്രി കൊടുത്തിട്ടുള്ള ആ ഒരു ബാഡ്ജിനെ ചൊല്ലിയിട്ടാണ്. അനീഷ് മാക്സിമം ഷാനവാസിന്റെ തോളത്ത് പിടിച്ചും കയ്യെ പിടിച്ചും ഒക്കെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസ് ഒരു രീതിയിലും പിടി കൊടുക്കുന്നില്ല. പുള്ളിക്കാരൻ മാക്സിമം സ്ട്രെങ്ത് എടുത്ത് അനീഷിന്റെ കൈയൊക്കെ തട്ടി മാറ്റുന്നുണ്ട്. ഇനി തട്ടിയ നല്ല സ്ട്രോങ്ങിൽ തട്ടുന്നൊക്കെ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ടെങ്കിലും അനീഷിന് അതൊന്നും ഒരു കൂസലേ അല്ല. പുള്ളി ഷാനവാസിനെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അവസാനം ഗതി കെട്ട് ഷാനവാസ് എന്ത് ചെയ്തു, ആ ഒരു ബാഡ്ജ് എടുത്തിട്ട് നമ്മുടെ ഒനിയന്റെ കയ്യിലോട്ട് കൊടുത്തു. ഒനിയൻ അത് എടുത്തിട്ട് അക്ബറിന്റെ കയ്യിലോട്ടും കൊടുത്തു. അപ്പൊ അനീഷ് പറയണ്ടേ ഷാനവാസിനോട്, അയ്യേ പേടിത്തോണ്ടെന്നെ എനിക്ക് വേണ്ടടാ ബാഡ്ജ് വേണ്ടടാ. സോ ബാഡ്ജിന് വേണ്ടി എന്നതിലുപരി ഷാനവാസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പണറിനെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അനീഷിന്റെ ഗെയിം എന്നുള്ള കാര്യം അവിടെ നിന്ന് വ്യക്തമാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇൻസിഡന്റ് ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പിന്റെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പെൺതരികളെയും ഒരാൺതരിയെയും വഴക്ക് പറയുന്നതാണ്. അവിടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്, ഒരാൾ കിണറ്റ് ചാടി എല്ലാവരും കിണറ്റ് ചാടും. അതായത് അവിടെ മേക്കപ്പ് സാധനങ്ങൾ കുറച്ചെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ആദില നൂറയിൽ ഒരാളും ആദിലയും ജിസയിലും ആണെന്ന് തോന്നുന്നുണ്ട് എടുത്തിട്ട് ആദ്യം അത് ഉപയോഗിക്കും. പിന്നെ ബാക്കി പെൺതരികൾ എല്ലാവരും അതെടുത്ത് ഉപയോഗിക്കും. പിന്നെ ഒരു ആൺതരിയും കൂടെ വന്നിട്ട് അതെടുത്ത് ഉപയോഗിക്കും. അത്രയും സ്ത്രീകൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുക, പുരുഷന്മാരൊക്കെ ഇരിക്കുകയാണ്. അതിൽ നവീൻ മാത്രമേ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാണുന്ന സമയത്ത് ഒരു രസമൊക്കെ തോന്നി. പക്ഷേ ബിഗ് ബോസ് നന്നായിട്ട് വഴക്ക് പറഞ്ഞു. ഒരാൾ കെണ്ട് ചാടി, നിങ്ങൾ എല്ലാവരും കെണ്ട് ചാടിയോ എന്നൊക്കെ ചോദിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യ ഒരു ഒറ്റിക്കൊടുക്കൽ പരിപാടി അവിടെ ചെയ്തു. കാരണം ഒരു നന്മമരം കളിക്കുക അല്ലെങ്കിൽ ഒരു സെൽഫിഷ് ആവുക എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു പരിപാടി ആ പുള്ളിക്കാരി അവിടെ ചെയ്തു. ഞാൻ ആദ്യമേ അവരോട് പറഞ്ഞതാണ്, എടുക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എന്ന് പറയുകയും പുള്ളിക്കാരി അവരുടെ കൂട്ടത്തിൽ നിന്ന് അത് ഉപയോഗിക്കുകയും ചെയ്തു. എടുക്കരുത് എന്ന് അവർ ഉപദേശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശൈത്യ എന്നുണ്ടെങ്കിൽ ആ സാധനം ഉപയോഗിച്ചത് ശരിയാണ്. അപ്പോൾ അവിടെ പുള്ളിക്കാരിയുടെ ഒരു സെൽഫിഷ്നെസ്, അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ടാവുമല്ലോ കൂട്ടത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാനൊന്നിനും ഇല്ല എന്ന് പറഞ്ഞ് കാല് മാറുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറുള്ള ആളുകൾ, അവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ശൈത്യ ആ ഒരു സന്ദർഭത്തിൽ അവിടെ നിന്നിട്ടുള്ളത് എന്നുള്ള കാര്യം അക്ഷരം തെറ്റാതെ പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർക്ക് ശൈത്യന്റെ അടുത്ത് ഒരു നീരസം ഉണ്ടാവുകയും നോമിനേഷനിൽ ഈ ഒരു കാരണം പറഞ്ഞ് ശൈത്യനെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞു വരുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ച പോലെ ഒന്നുമല്ല, 7 പണി തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. കാരണം ഒരുപാട് പേര് അനീഷിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തതും മുഖത്ത് ഫോം തേച്ചിട്ടുള്ളതും. ആദ്യം തന്നെ അനീഷ് പോയിട്ട് ശാരികന്റെ മുഖത്താണ് ഫോം തേക്കുന്നത്. പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിന്റെ ആങ്കറിംഗ് ഷോ തട്ടിപ്പ് പരിപാടിയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് ബിഗ് ബോസിന്റെ പുറത്ത് നടന്ന കാര്യമല്ല, അനീഷ് തന്നെ ശാരികനെ കൊണ്ട് ബിഗ് ബോസിന്റെ അകത്ത് പറയിപ്പിച്ചതാണ്. അതും പുള്ളിയുടെ ഒരു ഗെയിമാണ്. ഒരുപാട് പേര് അനീഷ് ഭയങ്കര ഓവറാണ്, കോമണർ എന്നുള്ള രീതിയിൽ ഓവറാണ്, ആദ്യ ആഴ്ച തന്നെ പുറത്താക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ കയറിയ ആ നിമിഷം തൊട്ട് ഓപ്പോസിറ്റ് വരുന്ന ഓരോ കണ്ടസ്റ്റൻസിന്റെ അടുത്തും ഗെയിം, അവരുടെ വീക്ക്നെസ് അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് ഗെയിം ഇറക്കാൻ തുടങ്ങിയത് അനീഷാണ്. അനുമോൾ എന്ന് പറയുന്ന ആൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അതുകൊണ്ടാണ് അനീഷ് ബ്യൂട്ടി കയറി പിടിച്ചത്. അതേപോലെ തന്നെ ശാരികന്റെ ആങ്കറിങ്, അല്ലാതെ വേറെ ആൾക്കാരെ കണ്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ അവരുടെ ഈഗോ പുറത്ത് ചാടിച്ചുകൊണ്ടുള്ള അനീഷിന്റെ ഒരുതരം ഗെയിം പ്ലാനിങ് ആണ്. പുള്ളി നന്നായിട്ട് കളിക്കുന്നുണ്ട്. അത് നെഗറ്റീവ് കളിയോ പോസിറ്റീവ് കളിയോ ആയിക്കോട്ടെ, പക്ഷെ പുള്ളി കളിക്കുന്നുണ്ട്. സോ നിങ്ങൾ കളിക്കുന്ന ആൾക്കാരെ മുഴുവൻ തുടക്കത്തിൽ തന്നെ ഇഷ്ടപ്പെടാണ്ട് പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാഴകളുടെ വെറുതെ ഇരിപ്പും പിന്നെ ഈ ചൊറിഞ്ഞുള്ള കുടുംബശ്രീ വർത്തമാനങ്ങളൊക്കെ തന്നെ കേൾക്കേണ്ടി വരും. അപ്പൊ നമ്മൾ പറഞ്ഞത് ശാരികന്റെ ഷോന്റെ വിഷയം. അപ്പൊ ശാരിക ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു ഷോ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലാണ്. ജനങ്ങൾ മണ്ടന്മാരല്ല എന്നാണ് അനീഷ് അവകാശപ്പെട്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷോ മനഃപൂർവ്വം ഉള്ള ഒരു പരിപാടിയാണെന്ന് തിരിച്ചറിയാത്ത കുറച്ച് പേരുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് അനീഷിന്റെ കമന്റ് ബോക്സ് നോക്കിയ സമയത്താണ്. ഇത് പുറത്തോട്ട് കൊണ്ടുവന്ന അനീഷിനിരിക്കട്ടെ കുതിരപ്പവൻ എന്ന് പറഞ്ഞു ഒരുപാട് പേര് അനീഷിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ചില വീഡിയോസിന്റെ കമന്റ് ബോക്സിന് താഴെ കണ്ടു. വരുന്ന ഗസ്റ്റും അവതരണം നടത്തുന്ന ആങ്കറും കൂടെ തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. ബിക്കോസ് അവരുടെ ഇടയിൽ ഒരു വൈരാഗ്യ വിദ്വേഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. ആ ഷോയ്ക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ നോർമലാണ്. പക്ഷെ ആ ഷോയിലേക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്, ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഒരു വെറുപ്പോ ഇഷ്ടമോ ഏതെങ്കിലും ഒരാൾക്ക് നൽകിക്കൊണ്ട് ആ ഒരു ഷോന്റെ റീച്ചും കാര്യങ്ങളും കൂട്ടാൻ വേണ്ടിയാണ് നോക്കുന്നത്. നിലപാട് പറയുന്ന ശാരികേന്റെ നിലപാട് വട്ടപൂജ്യമാണെന്ന് കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അനീഷ് അവിടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് ഗസ്റ്റ് ഓക്കെ ആണെങ്കിലും ഓക്കെ അല്ലെന്നുണ്ടെങ്കിലും അനീഷിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. ഇവിടെ എല്ലാവരും കൂടെ അനീഷിന്റെ മുഖത്ത് ഫോം തേക്കുകയും ലാസ്റ്റ് ബിഗ് ബോസ് അനീഷിനെ തന്നെ ക്യാപ്റ്റൻ ആക്കുകയും ചെയ്തു. അത് ഒരുപാട് പേർക്ക് ഷോക്ക് ഉണ്ടാക്കി. എല്ലാവരുടെയും മുഖം ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ആയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് ഭയങ്കര പരാജയമായിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ വരുന്നത് നോമിനേഷനാണ്. നോമിനേഷന്റെ സമയത്ത് പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാടില്ലായ്മ, അലസത, മടി, പിന്നെ കളിക്കുന്നില്ല,
എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര്, സെൽഫിഷ്നെസ്, വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്തു. ഞാൻ അതിൽ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷാനവാസ് ചെയ്തതൊരു മണ്ടത്തരാണ്. പുള്ളി തരക്കേടില്ലാതെ ഗെയിം കളിച്ച് തുടങ്ങുന്ന ഒരാളാണ്. ഈ 2025 വസ്ത്ര സ്വാതന്ത്ര്യം ഒരാളുടെ അവകാശമാണ് എന്ന് അതേ നോമിനേഷനിൽ പറഞ്ഞുകൊണ്ടാണ് ഷാനവാസ് ജിസൈലിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആദ്യം പറയുന്നുണ്ട് വസ്ത്ര സ്വാതന്ത്ര്യം ഒരാളുടെ അവകാശമാണ്, പക്ഷെ കേരള സംസ്കാരത്തിന് യോജിച്ച രീതിയിലുള്ള വസ്ത്രധാരണം അല്ലാത്തത് കൊണ്ട് ജിസൈലിനെ നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം. കേരളത്തിന്റെ വസ്ത്രത്തിന്റെ സംസ്കാരം എന്ന് പുള്ളി ഉദ്ദേശിച്ചത് എന്താണ്? കേരളത്തിൽ ഓരോ വർഷങ്ങൾ എടുത്ത് നോക്കുമ്പോഴും ഓരോ സംസ്കാരത്തിലുള്ള ഡ്രസ്സുകളാണ്. ഒരു കാലഘട്ടങ്ങൾ നമുക്ക് ഈ 90s സിനിമകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ TV കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അന്ന് എല്ലാം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലുള്ള വസ്ത്രങ്ങളായിരുന്നു ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കേരള സംസ്കാരത്തിന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് നടക്കണമെന്നാണ്. എന്നിട്ട് പുള്ളിക്കാരനിട്ടത് ഷോർട്സ്. കേരള സംസ്കാരത്തിന്റെ പുരുഷന്മാരുടെ വസ്ത്ര സ്വാതന്ത്ര്യ ഷോർട്സും ടീഷർട്ടും. കഷ്ടം. അതിൽ 8 വോട്ടുകളോട് കൂടിയിട്ട് വന്നിട്ടുള്ള ആള് ശൈത്യയാണ്. പുള്ളിക്കാരിന്റെ ഗെയിം തുടക്കം തൊട്ടേ അത്ര നല്ലതൊന്നുമല്ല. ഒഴുക്കിനനുസരിച്ച് പോവുക എന്നല്ലാതെ അതിന് ഒഴുക്കിനൊന്ന് തടയിടാനോ മറ്റുള്ള ആളുകളെ ട്രിഗർ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഫേസ് റിവീൽ ചെയ്യാനോ പറ്റുന്ന തരത്തിൽ ഒരു ഗെയിമും ശൈത്യ കളിച്ചിട്ടില്ല. ഇനിയാണ് എപ്പിസോഡിന്റെ യഥാർത്ഥ പൾസിലോട്ട് വരുന്നത്. രേണുസുധിയും അബിയും തമ്മിൽ അവിടെ ഭയങ്കര ഒരു വഴക്കുണ്ടാവുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴക്കിന്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. കാരണം രേണുസുധി എന്ന് പറയുന്ന സ്ത്രീക്ക് ഓൾറെഡി കുറച്ച് നെഗറ്റീവ് ആണ് ഉള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവർക്കെതിരെ ഒരു ഗെയിം കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നല്ലൊരു ഗെയിം എന്ന് പറയുന്നത്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാം, അവർക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടായി കൊടുക്കുകയാണ്. ഇവരുടെ വിചാരം ഇങ്ങനെ ഇവരെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ രേണുസുധി 4 പറയും. അപ്പൊ രേണുസുധിന്റെ ഹേറ്റേഴ്സ് എല്ലാം കൂടെ രേണുസുധിക്ക് എഗെയിൻസ്റ്റ് നിൽക്കും. രേണുസുധിന്റെ ഹേറ്റേഴ്സിന്റെ വോട്ട് അബിക്കാവട്ടെ അപ്പാനി ശരത്തിനാവട്ടെ അങ്ങനെയുള്ള ആളുകൾക്ക് പോകും എന്നുള്ള മിഥ്യാധാരണയിലാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. പക്ഷെ നിങ്ങൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് രേഷ്മ പി തങ്കച്ചന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഹേറ്റേഴ്സ് വരെ പോസിറ്റീവ് ആവാനുള്ള സാധ്യത, ഫാൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ബിഗ് ബോസ് ഹൗസിൽ ഇതിനു മുമ്പ് ഒരുപാട് കേസ് അങ്ങനെ ഉണ്ട്. ഹേറ്റും കൊണ്ട് പോകുന്ന ഒരുപാട് പേര് ഫാൻസിനും കൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ രേണുവിന്റെ തലവേദന ജെനുവിനായിട്ടും ഷാനവാസിന്റെ തലവേദന ജെനുവിൻ അല്ലാതെയും അനീഷിന് ഫീൽ ചെയ്തു എന്ന് പറയുണ്ടായി. അങ്ങനെയാണ് വഴക്ക് തുടങ്ങുന്നത്. കാരണം പുള്ളിക്കാരിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരി അതിൽ കൈ വീശി തേരാപാര നടക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അബി ചോദിക്കുന്നു, നിങ്ങളുടെ തലവേദന ഇപ്പൊ പോയോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും പുള്ളിക്കാരി മുഖത്തിന്റെ ഭാവങ്ങളും എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അയ്യോ തലവേദന മാറിയില്ലടാ, ഭയങ്കര തലവേദന ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഉണ്ട്. കാരണം ഇന്നലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കാൻ ലേറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാവർക്കും തലവേദന വരാം. ആ വീട്ടിലെ എല്ലാ ആളുകൾക്കും തലവേദന ഉണ്ടാവും. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടാവും, കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കില്ല. ഈ അബിയും രേഷ്മയും തമ്മിലുള്ള ഒരു ടോക്കിന്റെ ഇടയ്ക്കാണ് അബി പറയുന്നത്, നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് പറയണം ചേച്ചി, അല്ലാണ്ട് തലവേദനയാണ് കള്ളം പറഞ്ഞു പോയി കിടക്കരുത് എന്നുള്ള കാര്യം. രേണുസുധിക്ക് നുണ പറച്ചില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് നുണ ഇങ്ങനെ 3 നേരം കഴിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം പുള്ളിക്കാരിന്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഞാൻ അതെടുത്ത് റിയാക്ട് ചെയ്യാൻ ഇരിക്കുന്നില്ല. വേറെ ഒന്നല്ല, ബിഗ് ബോസ് തുടങ്ങുന്നതിന്റെ ശനിയാഴ്ച ദിവസം ഞാൻ വീട്ടിൽ തന്നെയാണ്, എനിക്ക് വിളി വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പുള്ളിക്കാരി ബിഗ് ബോസിനകത്തോട് പോവാന്ന് പറഞ്ഞിട്ട് സുധീന്റെ കല്ലറയ്ക്ക് മുമ്പ് കുറെ കരച്ചിൽ നാടകം ഇറക്കിയിട്ടുണ്ട്. അത് കാണുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരിക്ക് നുണ പറയാതെ ഇരിക്കാനേ പറ്റത്തില്ല. ചേച്ചിക്ക് അത് സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാവും. കടിച്ചാ പൊട്ടാത്ത നുണ പറഞ്ഞ് ശീലിച്ച ഇവർക്ക് ഒരു ദിവസം 3 നേരം നുണ പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ബിഗ് ബോസിനകത്ത് 24 മണിക്കൂറും ക്യാമറയുടെ അകത്ത് തന്നെ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നുണ പറഞ്ഞാൽ പിടിക്കപ്പെടും. അതുകൊണ്ട് നുണ പറയാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ തലവേദന വന്നത്. ഈ ഒരു വഴക്കിന്റെ ഇടയ്ക്ക് അബീനെ വാടാ പോടാ നീ ആരാടാന്നൊക്കെ ചോദിച്ചിട്ട് രേഷ്മ വല്ലാതെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഇങ്ങനത്തെ വാക്കുകളും ഡയലോഗുകളും ഒക്കെ അടിക്കുന്ന ഒരു പുള്ളിക്കാരിയാണ്. സോ അവരുടെ നാക്കിന് ലൈസൻസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാണുന്ന സമയം നമുക്ക് മനസ്സിലാവും. പക്ഷെ ആദ്യം തന്നെ ഈ ഒരു ഇതിൽ തെറി പറഞ്ഞിട്ടുള്ളത് അനുമോളാണ്. അനുമോള് ഈന്ന് രേണുവിനെ നൈസിനൊന്ന് വിളിച്ചിട്ടുണ്ട്. ശേഷം അനുമോള് ചോദിച്ചു തലവേദന പോയോ, തലവേദനയുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്രയും ഒച്ച എടുക്കുന്നത്? അപ്പോഴേക്കും രേണുവിന്റെ ശബ്ദമൊക്കെ താന്നു. എന്നിട്ട് പുള്ളിക്കാരി തലവേദനയാണ് ഇങ്ങനെ. അപ്പോഴേക്കും ഒച്ച മാറി. കുറച്ച് കഴിയുന്ന സമയത്ത് വീണ്ടും അപ്പാനി ശരത്ത് സ്വിച്ചിട്ട പോലെ തലവേദന വരികയും സ്വിച്ചിട്ട പോലെ തലവേദന മാറുകയും ചെയ്യുന്നത് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി വീണ്ടും റൈസ് ആയിട്ട് എഴുന്നേറ്റ് പോയിട്ട് വിരലൊക്കെ ചൂണ്ടി എടാ വാടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഒരു ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഒരു ആവശ്യം അവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നി. ഒരു ഒച്ചപ്പാടിന്റെ ബഹളത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഈ അബി എന്ന് പറയുന്ന പയ്യന് കുറച്ച് റോബിൻ കളിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ഇവിടെ തമാശ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സ്ത്രീ വിദ്വേഷിയാണെന്ന് പറഞ്ഞിട്ട് ഈ ഗെയിമിനകത്തോട്ട് ഇറങ്ങിയ അനീഷ് ഒരു പുരുഷ വിദ്വേഷിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല. ഷാനവാസ് ആ ഒരു വഴക്കിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരനോട് പറഞ്ഞു എനിക്ക് തലവേദന ഉണ്ട്, ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അത് കേട്ടില്ലായിരുന്നോ? അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ കേട്ടില്ല. ഇതൊക്കെ പറയുമ്പോഴും പുള്ളി അതിന് ചുറ്റും 10-25 റൗണ്ടെങ്കിലും ആ ഷാനവാസിനെ കൊണ്ട് നടന്നതാണ്. ഈ ഒരു വഴി നേരെ ആയിരുന്നുണ്ടെങ്കിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി ആദ്യ മലയാളി യുവാവ് ഇവനായേനെ. ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, ഇങ്ങനെ റൗണ്ട് അടിച്ച് ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. പുറകെ ഷാനവാസ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ എന്ത് ചെയ്തെന്ന് പറയുക, ക്യാമറേന്റെ മുമ്പ് പോയിട്ട് രേണുവിന് തലവേദനയാണ്, മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞു. അവിടെ ഈ ഷാനവാസിന്റെ പേര് പറഞ്ഞില്ല. ആസ് എ ക്യാപ്റ്റൻ അനീഷ് ഭയങ്കര ഒരു ബോറോൺ ആയിട്ടുണ്ട് കേട്ടോ.
പക്ഷെ കണ്ടസ്റ്റന്റ് എന്ന നിലയിലാണ് കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഷാനവാസിനെ കോർണർ ചെയ്യുന്നതായിട്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ത്രീ വിദ്വേഷം എല്ലാം കൂടെ പുരുഷ വിദ്വേഷമാണ്. കാരണം പുള്ളി അവിടെ ചെന്നിട്ട് പുരുഷന്മാർക്കെതിരെയാണ് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഗെയിമിന്റെ സ്ട്രാറ്റജി ആണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല, വഴിയെ കാണാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡിൽ രേണുവിന്റെ ആ ഒരു തലവേദന ഭാഗം കണ്ടിട്ട്, അലർച്ച കണ്ടിട്ട്, ഒച്ചപ്പാട് കണ്ടിട്ടൊന്നും എനിക്ക് അവർക്ക് തലവേദന ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മേ ബി ഉറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇനിയിപ്പോൾ അവർക്ക് തലവേദന ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇതൊരു ഗെയിമാണോ, ഒരു വഴക്കിന് വേണ്ടിയാണോ, സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണോ എന്നുള്ള കാര്യം അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് ഉറങ്ങണം, തലവേദനയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൊണ്ടുപോവുക, അവരോട് കിടന്നോളാൻ പറയുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഗെയിം കളിക്കേണ്ടത്. അവരോട് കിടന്നോളാൻ പറയുക. അവർ കുറച്ചു നേരം അവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാനും പിന്നെ ബിഗ് ബോസിന് വാർണിംഗ് കൊടുക്കാനും ഒക്കെ ഇവിടെ ഒരു റീസൺ കിട്ടും. അങ്ങനെ ഐഡിയ പൂർവ്വം ഗെയിം കളിക്കുക. അവർ ഉറങ്ങണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങണ്ടെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവിടെ ഒരു സെന്റിമെന്റൽ ട്രാക്ക് പിടിക്കാനും ജനങ്ങളുടെ മനസ്സ് കീഴടക്കാനും രേഷ്മ പി തങ്കച്ചിന് എളുപ്പം സാധിക്കും. എനിക്ക് തോന്നുന്നു അവർക്ക് ഗെയിമിനെ കുറിച്ച് വലിയ ധാരണ ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം ഈസി ആയിട്ട് ജനങ്ങൾക്ക് മുമ്പിലോട്ടൊരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പല സ്ഥലങ്ങളും ഇന്നലെ ഒരു ദിവസം രേഷ്മ പി തങ്കച്ചൻ കളഞ്ഞു കുളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബൈ.